സ്വാപ്പ് ഡീൽ. സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സഹലിൻ്റെയോ പ്രകൃതം കോട്ടാലിൻ്റെയൊക്കെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാപ്പ് ഡീൽ ആർക്കാണ് ഗുണം ചെയ്തത്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനാണോ അതോ കേരള ബ്ലാസ്റ്റേഴ്സിനാണോ എന്ന്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കാണ് ഗുണം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഗുണം ചെയ്തില്ല എന്ന് തന്നെ പറയണം. കാരണം സഹൽ ഒരു 70-75% മാച്ചസിൽ അദ്ദേഹം ഇവിടുന്ന് പോയതിന് ശേഷം അവർക്ക് വേണ്ടി കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. അതായത് പരിക്കൊക്കെ ആയിട്ട് അദ്ദേഹം പുറത്തിരിക്കുകയാണ്. കളിച്ചപ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ബട്ട് അദ്ദേഹം അവൈലബിൾ അല്ല. കൂലി കളികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പ്രീതം കോട്ടാലിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം അവൈലബിൾ ഒക്കെയാണ്. പക്ഷേ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഒരു ലെവലിലേക്ക് ഉയരുന്നില്ല എന്ന് തന്നെ പറയണം. ലാസ്റ്റ് മാച്ചിൽ ഇവർ രണ്ടുപേരുടെ പെർഫോമൻസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ഡിഫൻസിൽ പ്രീതം കോട്ടാലിൻ്റെ പൊസിഷനിങ് തന്നെ വളരെ മോശമാണ്. അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പൊസിഷനിങ്ങോ അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ്ങോ ഒക്കെ ടോപ്പ് ലെവലായിരുന്നെങ്കിൽ ഇവിടെ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. വട്ടപൂജ്യം ഒന്നും ഞാൻ പറഞ്ഞില്ല, ബട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് തന്നെ പറയണം. ബട്ട് ഇപ്പോഴത്തെ സഹലിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ കളിച്ചു. അതിൻ്റെ ചില ചിപ്പ് പാസസ് ഒക്കെ കാണുമ്പോൾ വേൾഡ് ക്ലാസ് പാസ് പോലെയൊക്കെയാണ് തോന്നുന്നത്. ആ ഒരു ലെവലിലാണ് അദ്ദേഹം പാസ്സൊക്കെ ഇടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആർക്കാണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടുപേർക്കും ഗുണമില്ല എന്ന് തന്നെ പറയണം ഈ ഒരു സ്വാപ്പ് ഡീൽ. കാരണം നേരത്തെ പറഞ്ഞ ഒരു 70% ഗെയിം സഹൽ പരിക്ക് കാരണം പുറത്തിരിക്കേണ്ടി വന്നു. പ്രീതം കോട്ടാലിൻ്റെ കാര്യം നോക്കിയാലും പരിക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിൽ അദ്ദേഹം അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ആ ഒരു ഒത്തൊരുമിച്ച് പോകുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസിലെ ഒരു ലീഡറായിട്ട് പോലും നമുക്ക് കാണാൻ സാധിക്കാത്തൊരു പ്രകടനമാണ് പ്രീതം കോട്ടാലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോയിലുള്ള ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് ഗുഡ് ബൈ.